എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ചലച്ചിത്ര പുരസ്കാരങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 2023 ജെസ്സി ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഷാജി എൻ കരുൺ. ബാക്കിയുള്ള ഓപ്ഷൻസ് മുൻ വർഷങ്ങളിൽ ജെസ്സി ഡാനിയൽ പുരസ്കാരം നേടിയ ആൾക്കാരാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. 2019 ജെസ്സി ഡാനിയൽ പുരസ്കാര ജേതാവാണ് ഹരിഹരൻ. 2020 പി ജയചന്ദ്രൻ. 2021 കെ പി കുമാരൻ. 2022 ടി വി ചന്ദ്രൻ. അതായത് ടി വി ചന്ദ്രന് മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഏത് സിനിമയ്ക്കാണ്? പൊന്തന്മാട. 1993 1993 പൊന്തന്മാട മികച്ച സംവിധായകൻ ദേശീയ അവാർഡ് നേടിയ വ്യക്തിയാണ് ടി വി ചന്ദ്രൻ. 2023 അതായത് ഏറ്റവും ലാസ്റ്റ് ജെസ്സി ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ആര്? ഷാജി എൻ കരുൺ. അദ്ദേഹത്തിനും ദേശീയ മികച്ച സംവിധായകന് ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതെപ്പോഴാണ്? 1988 പിറവി എന്ന് പറഞ്ഞ സിനിമക്കാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ ഫിലിമാണ്. അതായത് 1988 മികച്ച സിനിമ പിറവിയായിരുന്നു. ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച സംവിധായകൻ ആരായിരുന്നു? ഷാജി എൻ കരുൺ. അതുപോലെ തന്നെ ആ സിനിമയിൽ അഭിനയത്തിന് പ്രേംജി അല്ലെങ്കിൽ MP ഭട്ടതിരിപ്പാടിന് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഷാജി എൻ കരുണിൻ്റെ പ്രശസ്തമായിട്ട് മറ്റൊരു സിനിമയാണ് കുട്ടീസ് റാങ്ക്. അതായത് 2009 മികച്ച സിനിമക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടിയ സിനിമയാണ് കുട്ടീസ് റാങ്ക്. അതിൻ്റെ സംവിധായകൻ PSC ചോദിക്കാൻ സാധ്യതയുള്ളത് ആരാണ്? ഷാജി എൻ കരുൺ. അതുപോലെ മോഹൻലാലിന് ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടിയ സിനിമയാണ് ഇത് വാനപ്രസം. അതിൻ്റെ സംവിധായകന്മാരാണ് ഷാജി എൻ കരുണാണ്. ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി ജെസ്സി ഡാനിയൽ പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ നമുക്ക് നോക്കാം. ജെസ്സി ഡാനിയൽ പുരസ്കാരം കേരളത്തിലെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ജെസ്സി ഡാനിയൽ പുരസ്കാരം. അതുപോലെ ഇതിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. ഇത് ആരംഭിച്ചത് 1992 ആദ്യ ജേതാവാണ് TE വാസുദേവൻ. രണ്ടാമത് ലഭിച്ചത് 1993 തിക്കുറിശി സുകുമാരൻ നായർക്കാണ്. അതുപോലെ തന്നെ 2 വനിതകൾക്കാണ് ഇതുവരെ ജെസ്സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ലഭിച്ച വനിതകളാണ്: ഒന്ന് ആറന്മുള പൊന്നമ്മ. ആദ്യത്തെ വനിത എന്ന് വെച്ചാൽ ആറന്മുള പൊന്നമ്മയാണ്, 2005 പിന്നെ കിട്ടിയത് ഷീല 2018. അതുപോലെ തന്നെ MT വാസുദേവൻ നായർക്ക് ജെസ്സി ഡാനിയൽ പുരസ്കാരം കിട്ടിയൊന്ന് പഠിച്ചു നോക്കുക. 2013 2013 MT വാസുദേവൻ നായർ. ജെസ്സി ഡാനിയലിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ്. അതുകൊണ്ട് ജെസ്സി ഡാനിയലിൻ്റെ കുറച്ച് പ്രത്യേകത നോക്കാം. മലയാള സിനിമയുടെ പിതാവാണ് ആര്? ജെസ്സി ഡാനിയൽ. ആദ്യത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വിഗതകുമാരനാണ്. 1928 വിഗതകുമാരൻ പുറത്തിറങ്ങുന്നത്. അത് നിശബ്ദ സിനിമയാണ്. രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ അത് നിശബ്ദമായിരുന്നു. അത് 1933 പുറത്തിറങ്ങിയ ഏതായിരുന്നു? മാർത്താണ്ഡവർമ്മ. അതിനുശേഷം മലയാളത്തിൽ അത് ശബ്ദ സിനിമ എന്ന് പറയുന്നത് 1938 ബാലൻ. അപ്പോൾ 28 വിഗതകുമാരൻ, 33 5 കൂട്ടിയാണ് 33 ഏതാണ്? മാർത്താണ്ഡവർമ്മ. 38 ഏതാണ്? ബാലൻ. അതാണ് ആദ്യത്തെ ശബ്ദ സിനിമ. ആദ്യത്തെ 2 എന്തായിരുന്നു? നിശബ്ദ സിനിമയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വരിക. അതായത് ആദ്യത്തെ മലയാള സിനിമയാണ് ഏത്? വിഗതകുമാരൻ. 1928 പുറത്തിറങ്ങി. അതിൻ്റെ സംവിധാനം, നിർമ്മാണം, നായകൻ ഇത് 3 ആരായിരുന്നു? ജെസ്സി ഡാനിയലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആദ്യത്തെ മലയാള സിനിമ നായകൻ ചോദിച്ചാൽ ആരാണ്? അത് ജെസ്സി ഡാനിയലാണ്. പക്ഷെ നായിക ചോദിച്ചാൽ വിഗതകുമാരിലെ നായികയായിട്ടുള്ള ആരാണ്? PK റോസിയാണ്. ജെസ്സി ഡാനിയൽ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് ഏത്? സെല്ലുലോയിഡ്. 2013 പുറത്തിറങ്ങി. അതിൻ്റെ സംവിധായകനാണ് കമൽ. അല്ല, നായകൻ പൃഥ്വിരാജായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 53ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ്. 53ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, വഹീദ റഹ്മാനാണ്. ചിലപ്പോൾ പല ആൾക്കാരും മുന്നിലുണ്ടായ ആൻസർ മിഥുൻ ചക്രവർത്തി ആയിരിക്കും. അദ്ദേഹം 54ാമതാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് കിട്ടിയ മിഥുൻ ചക്രവർത്തിക്കാണ്. പക്ഷേ അത് 54ാമതാണ്. 2022 53ാമത് കിട്ടിയ തൊട്ട് മുന്നിട്ടാരാണ്? വഹീദ റഹ്മാൻ. അതുകൊണ്ട് എത്രാമത്തെ എന്നുള്ള കാര്യം കൂടി കറക്റ്റ് എന്ത് ചെയ്യുക? പഠിച്ചു നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം നമുക്ക്. 2018 തൊട്ടൊന്ന് പഠിച്ചു നോക്കുക. 2018 50ാമത് പുരസ്കാരം നേടുന്ന അമിതാഭ് ബച്ചനാണ്. 2019 രജനീകാന്താണ്. 2020 കിട്ടിയത് ആശാ പരേഖ് ഹിന്ദി എന്നാണ്. അതുപോലെ 2021 വഹീദ റഹ്മാൻ ഹിന്ദി. അതുപോലെ 2022 54ാമത് കിട്ടിയത് 54ാമത് പുരസ്കാരം കിട്ടിയവരാണ് മിഥുൻ ചക്രവർത്തി. ആരാണ്? മിഥുൻ ചക്രവർത്തി. പുരസ്കാരം നൽകിയത് 2024 പക്ഷേ 2022 പുരസ്കാരമാണ്. 54ാമത് പുരസ്കാരമാണ് 2024 നൽകിയത്. ഓക്കെ. മിഥുൻ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഹിന്ദി, ബംഗാളി
നടനാണ്. അതുപോലെ അദ്ദേഹത്തിന് 1976-ലും 92-ലും മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 76 കിട്ടിയത് മൃഗയ എന്ന് പറഞ്ഞ സിനിമക്കാണ്. അതുപോലെ 92 കിട്ടിയത് തഹാദാർ കഥ എന്ന സിനിമക്കാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇതിൻ്റെ സമ്മാനത്തുക 15 ലക്ഷം രൂപയാണ്. ഇത് ആരംഭിച്ചത് 1969-ലാണ്. ആദ്യ ജേതാവ് ദേവിക റാണി റോറിച്ച്, ഹിന്ദി നടിയായിട്ടുള്ള ദേവിക റാണി റോറിച്ച് ആണ്. ഇതുവരെ ഒരു മലയാളിക്ക് മാത്രമേ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. അത് സംവിധായകനായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 അടൂർ ഗോപാലകൃഷ്ണൻ 2004. ദാദാ സാഹിബ് ഫാൽക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയുടെ പിതാവാണ് ദാദാ സാഹിബ് ഫാൽക്കെ. അതേപോലെ മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ ആയിരുന്നു. ഇന്ത്യൻ സിനിമയുടെ പിതാവാണ് ആര്? ദാദാ സാഹിബ് ഫാൽക്കെ. അതിനുള്ള കാരണം ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിം എന്നറിയപ്പെടുന്ന ഏതാണ്? രാജാ ഹരിശ്ചന്ദ്രയാണ്. 1913 പുറത്തിറങ്ങിയ രാജാ ഹരിശ്ചന്ദ്രയാണ്. ആ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവുമായിരുന്നു ആര്? ദാദാ സാഹിബ് ഫാൽക്കെ. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിമാണ് രാജാ ഹരിശ്ചന്ദ്ര. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു സൈലന്റ് ഫിലിമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ മുഴുനീള ഫീച്ചർ ഫിലിം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതുപോലെ വേറൊരു സിനിമ അതിന് മുന്നേ പുറത്തിറങ്ങിയിട്ടായിരുന്നു. കുണ്ടാളി എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തിറങ്ങിയിട്ടായിരുന്നു. അത് ഫുള്ളായിട്ടല്ല, മുഴുനീള സിനിമയല്ല, അത് നോട്ട് ഫുൾ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ മുഴുനീള ഫുള്ളായിട്ടുള്ള ഫീച്ചർ ഫിലിം എന്ന് പറഞ്ഞാൽ ഏതാണത്? രാജാ ഹരിശ്ചന്ദ്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ ശബ്ദ സിനിമ എന്ന് പറയുന്നതാണ് ആലം ആര. ഏതാണ്? ആലം ആര. 1931 പുറത്തിറങ്ങിയ ആലം ആരയാണ്. അതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസറായിരുന്നു ആര്? അർദേശ്വർ ഇറാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം നേടിയ വ്യക്തി. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഫാസിൽ റസാഖ്. ആരാണ്? ഫാസിൽ റസാഖ്. അതായത് തടവ് എന്ന് പറഞ്ഞ സിനിമേൻ്റെ സംവിധായകനായിട്ടുള്ള ഫാസിൽ റസാഖ്. അതുപോലെ തരുൺ മൂർത്തി ആണെങ്കിലും രോഹിത് MG കൃഷ്ണൻ ബ്ലസ്സിയൊക്കെ നമ്മൾ 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ പുരസ്കാരം ലഭിച്ച വ്യക്തികളാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. PSC എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. കേരള ചലച്ചിത്ര അക്കാദമിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. അതിൻ്റെ ജൂറി അധ്യക്ഷനായിരുന്നു പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്ത ജൂറിയുടെ അധ്യക്ഷനായിരുന്നു സുധീർ മിശ്ര. ഇനി നമുക്ക് പുരസ്കാരങ്ങൾ ഏതൊക്കെ നോക്കാം. മികച്ച സിനിമ കാതൽ ദി കോർ, മമ്മൂട്ടിയുടെ കാതൽ ദി കോർ ആണ്. അതുപോലെ തന്നെ സംവിധായകൻ ജിയോ ബേബി ആയിരുന്നു. അതുപോലെ മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. അതിൻ്റെ സംവിധായകൻ രോഹിത് MG കൃഷ്ണനാണ്. അതുപോലെ തന്നെ മികച്ച സംവിധായകനായിരുന്നു ബ്ലസ്സി. സിനിമ ഏതാണ്? ആടുജീവിതമാണ്. ആടുജീവിതത്തിൻ്റെ സംവിധായകൻ ബ്ലസ്സിയാണ്. അതുപോലെ തന്നെ മികച്ച നവാഗത സംവിധായകൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഫാസിൽ റസാഖാണ്. സിനിമ ഏതാണ്? തടവാണ്. അതുപോലെ മികച്ച നടൻ പൃഥ്വിരാജ് ആയിരുന്നു ആടുജീവിതം. അതുപോലെ മികച്ച സ്വഭാവ നടനായിരുന്നു ആര്? വിജയരാഘവൻ. മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ. സിനിമ ഏതാണ്? പൂക്കാലം. അതുപോലെ തന്നെ മികച്ച നടി ആരായിരുന്നു? 2 പേരുണ്ടായിരുന്നു. ഒന്ന് ഉർവശിയാണ്. ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ അഭിനയത്തിന് ഉർവശിക്കും. അതുപോലെ ബീന ആർ ചന്ദ്രൻ. തടവ് എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രൻ. അപ്പം മികച്ച നടിമാർ ഉർവശി, ഉള്ളൊഴുക്ക്, ബീന ആർ ചന്ദ്രൻ, തടവ. സിനിമകൾ പഠിച്ചു നോക്കുക. അതുപോലെ മികച്ച സ്വഭാവ നടി ആരായിരുന്നു? ശ്രീഷ്മ ചന്ദ്രൻ. പൊമ്പളെ ഒരുമ. ശ്രീഷ്മ ചന്ദ്രൻ ഏതാണ്? പൊമ്പളെ ഒരുമ. അതുപോലെ മികച്ച തിരക്കഥ നമ്മൾ നേരത്തെ പറഞ്ഞു രോഹിത് MG കൃഷ്ണൻ. എന്താണ്? ഇരട്ടേൻ്റെ സംവിധായകനായിട്ടുള്ള രോഹിത് MG കൃഷ്ണൻ. രണ്ടാമത്തെ ബെസ്റ്റ് ഫിലിം ആയിരുന്നു ഇത് ഇരട്ട. ഓക്കെ. അതുപോലെ തന്നെ മികച്ച കഥാകൃത്തായിരുന്നു സുകുമാരൻ ആൻഡ് പോൾസൻസ്കറിയ. കാതലിൻ്റെ കഥാകൃത്തായിട്ടുള്ള ആരാണ്? സുകുമാരൻ ആൻഡ് പോൾസൻസ്കറിയ. അതുപോലെ മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനാണ്. അതുപോലെ ഒരു വർഷം ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ചിത്രം എന്ന റെക്കോർഡ് നേടിയത് ഏതാണ്? ആടുജീവിതമാണ്. ആടുജീവിതത്തിന് 9 പുരസ്കാരങ്ങളാണ് ഈ വർഷത്തെ 54ാമത് 2024 54ാമത് 2024 അല്ല, ന്യൂനത്തെ വർഷത്തെയാണ് വരിക. പക്ഷെ 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ ഈ ഇടക്കാണ്, കഴിഞ്ഞ ദിവസങ്ങളാണ് ഈ പുരസ്കാരം നൽകിയത്. അതിൻ്റെ കുറേ വീഡിയോസൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഇവിടെയൊക്കെ വൈറലായിട്ട് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്ന് ആരംഭിച്ചു, ആദ്യത്തെ പുരസ്കാര ജേതാക്കൾ ആരെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആരംഭിച്ചത് 1969-ലാണ്. 1969-ലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ പുരസ്കാരം നേടിയത്, മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് കുമാരസംഭവം. മികച്ച നടൻ സത്യനായിരുന്നു. മികച്ച നടി ഷീല.
മികച്ച സംവിധായകൻ എ വിൻസെന്റ് ആണ്. മികച്ച സംവിധായകൻ ആരാണ്? എ വിൻസെന്റ് ആണ്. മികച്ച ഗായകൻ KJ യേശുദാസ് ആയിരുന്നു. അതുപോലെ മികച്ച ഗായികയായിരുന്നു ആര്? പി ലീല. അതുപോലെ മികച്ച കഥാകൃത്തായിരുന്നു തോപ്പിൽ ബാസി. മികച്ച ഗാനരചയിതാവ് വയലാർ രാമവർമ്മ. മികച്ച സംഗീത സംവിധായകൻ ദേവരാജൻ. ഇതൊക്കെ ഓർത്തിരിക്കുക. മികച്ച സിനിമ കുമാരസംഭവം. മികച്ച നടൻ സത്യൻ. മികച്ച നടി ഷീല. മികച്ച സംവിധായകൻ എ വിൻസെന്റ് ആണ്. എ വിൻസെന്റ് ഫേമസ് ആയ കുറേ സിനിമ ഉണ്ട്. തുലാഭാരം, അതുപോലെ തന്നെ ഭാർഗവീ നിലയം അല്ലെ, മലയാളത്തിൽ ആദ്യത്തെ പ്രേത ഹൊറർ ഫിലിമായിട്ടുള്ള ഭാർഗവീ നിലയം അല്ലെ, അതായത് ബഷീറിന്റെ നീലവെളിച്ചം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് ഇത് ഭാർഗവീ നിലയം. അതിനൊക്കെ സംവിധായകനാണ് ആര്? എ വിൻസെന്റ് എന്ന് പറഞ്ഞാൽ. മികച്ച ഗായകൻ KJ യേശുദാസ്, ഗായിക പി ലീല, കഥാകൃത്ത് തോപ്പിൽ ബാസി, ഗാനരചയിതാവ് വയലാർ രാമവർമ്മ, മികച്ച സംവിധായകൻ ദേവരാജൻ. മികച്ച നടനുള്ള പുരസ്കാരം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏറ്റവും കൂടുതൽ തവണ ലഭിച്ചത് അത് മോഹൻലാലിനും മമ്മൂട്ടിക്കാണ്. 6 തവണയാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. തന്നെ വേറൊരു കാര്യം കൂടി, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഈ വീഡിയോ ഇതുവരെ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി. അതുപോലെ തന്നെ ഈ വീഡിയോ തുടർന്നും കാണുക. അതുപോലെ തന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനൽ, ടേൺ ടു സക്സസ് എന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ആ ചാനലിൽ ഡെയിലി ഫ്രീ ആയിട്ട് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. SCRT NCRT ബേസ്ഡും അതുപോലെ നോർമലായിട്ട് ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഡെയിലി SCRTൻ്റെ ന്യൂ SCRTയും പഴയ SCRTൻ്റെ ഡെയിലി ഓരോ ടോപ്പിക്ക് വൈസ് എക്സാമുകളുണ്ട്. എക്സാമുകൾ പഠിക്കാനൊരു ടോപ്പിക്ക് വരും, അതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമും കൂടി ഉണ്ടാകും. ഡെയിലി SCRT എക്സാമുകൾ, അത് വീക്കിലി ആ പഠിച്ച ടോപ്പിക്കിന് ഒരു വീക്കിലി മോഡൽ എക്സാം ഉണ്ടാകും. അതുപോലെ PVQ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സാം പ്രാക്ടീസും ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ എന്ത് ചെയ്യുക, ടേൺ ടു സക്സസ് എന്ന ടെലിഗ്രാം സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലെന്ത് ചെയ്യുക, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ചാനൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോൻ്റെ ബാക്കി ഭാഗം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച സിനിമയ്ക്കുള്ള സ്വർണ്ണകമല പുരസ്കാരം നേടിയത്. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച സിനിമയ്ക്കുള്ള സ്വർണ്ണകമല പുരസ്കാരം നേടിയത് ഏത് സിനിമയാണ്? ഓപ്ഷൻ സി ആട്ടാണ്. ഓപ്ഷൻ സി ആട്ടം. കാന്താര, ബ്രഹ്മാസ്ത്ര, പൊന്നിയിൻ സെൽവൻ ഇതൊക്കെ ഓൾറെഡി ദേശീയ ചലച്ചിത്ര അവാർഡിൽ അവാർഡുകൾ കിട്ടിയ സിനിമയാണ്. അതെന്താ നമുക്ക് നോക്കാം. 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ്, അതായത് ഇതിൽ പ്രധാനമായിട്ട് ഒരു സ്വർണ്ണകമലം പുരസ്കാരമുണ്ട്. പ്രധാനമായും ഒരു 6 വിഭാഗത്തിലാണ് സ്വർണ്ണകമലം പുരസ്കാരം നൽകുന്നത്. അതുപോലെ തന്നെ 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് 2022 നമ്മൾ പഠിക്കുന്നത്. കാരണം 2022 ഇറങ്ങിയ സിനിമക്കാണ് 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളതും ഈ അവാർഡ് തന്നെയാണ്. 70ാമാണ് 2022 പുറത്തിറങ്ങിയ സിനിമക്കാണ് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ സ്വർണ്ണകമല പുരസ്കാരം 6 വിഭാഗങ്ങളാണ്. അതിൽ മികച്ച ചിത്രം ഏതായിരുന്നു? ആട്ടം. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടമായിരുന്നു മികച്ച ചിത്രം. അതുപോലെ മികച്ച ജനപ്രിയ ചിത്രം കാന്താരയാണ്. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത കാന്താരയാണ്. മികച്ച സംവിധായകൻ സൂരജ് ബർജാത്യ. ആരാണ്? സൂരജ് ബർജാത്യാണ്. സിനിമ ഏതാണ്? ഊഞ്ചായി. അതുപോലെ മികച്ച കുട്ടികളുടെ ചിത്രത്തിന് സാധാരണ പുരസ്കാരം നൽകാറുണ്ട്. ഈ വർഷം ഒരു സിനിമക്കും ആ പുരസ്കാരം വന്നിട്ടില്ല, ലഭിച്ചിട്ടില്ല. അതൊരു സംവിധായകന്റെ മികച്ച നവാഗത ചിത്രം എന്ന് പറഞ്ഞ ഏതാണ്? ഫൗജ. പ്രമോദ് കുമാറിന്റെ ഫൗജയാണ്. അതുപോലെ മികച്ച ആനിമേഷൻ ചിത്രമായിരുന്നു ഇത് ബ്രഹ്മാസ്ത്ര ഭാഗം 1 ശിവ. അതിന്റെ സംവിധായകൻ അയൻ മുഖർജിയാണ്. സ്വർണ്ണകമലം പോലെ തന്നെ വേറൊരു പുരസ്കാരമാണ് രജതകമൽ അവാർഡ്. അത് ലഭിക്കുന്ന മേഖലകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ആ വ്യക്തികൾ ആരൊക്കെയാന്ന് പഠിക്കാം. ഒന്ന് മികച്ച നടനാരാണ്? ഋഷഭ് ഷെട്ടി. കാന്താര എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയാണ്. അതുപോലെ മികച്ച നടി ഏതായിരുന്നു? രണ്ടുപേരുണ്ടായിരുന്നു, നിത്യ മേനോനും മാനസി പരേക്കും. നിത്യ മേനോൻ ഏത് സിനിമക്കാണ്? തിരുച്ചിട്രമ്പലാണ്. അതുപോലെ മാനസി പരേക്ക് സിനിമയാണ് കച്ച് എക്സ്പ്രസ് ആണ്. ഏതാണ്? കച്ച് എക്സ്പ്രസ്. ഓൾറെഡി നമ്മൾ 54ാമത് സ്റ്റേറ്റ് അവാർഡ് പറഞ്ഞപ്പോൾ അവിടെ 2 നടികൾ ഉണ്ടായിരുന്നു. ഒന്ന് ഉർവശി ഉള്ളൊഴുക്കും ബീന ആർ ചന്ദ്രൻ തടവുമാണ് അല്ലേ. അതുപോലെ തന്നെ മികച്ച സഹനടൻ 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിലെ മികച്ച സഹനടനായി തെരഞ്ഞെടുത്തത് പവൻ രാജ് മൽഹോത്ര. ഫൗജ എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിനാണ്. അതുപോലെ മികച്ച സഹനടിയായിട്ട് തെരഞ്ഞെടുത്തത് നീന ഗുപ്ത ഊഞ്ചായി എന്ന് പറഞ്ഞ സിനിമക്കാണ്. ഊഞ്ചായി എന്ന് പറഞ്ഞ സിനിമക്കാണ്. അതുപോലെ മികച്ച ബാലതാരം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിന് ആരാണ്? ശ്രീപദാണ്. ആരാണ്? ശ്രീപദ്. മികച്ച ബാലതാരം ശ്രദ്ധിച്ചു നോക്കുക, മലയാള സിനിമയിലെ അഭിനയത്തിനാണ്. ആർക്കാണ്? ശ്രീപദ. അതുപോലെ മികച്ച പശ്ചാത്തല സംഗീതം AR റഹ്മാൻ. പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിന് AR റഹ്മാനാണ്. അതുപോലെ മികച്ച ഗായിക ബോംബെ ജയശ്രീ. സൗദി വെള്ളക്ക, മലയാള സിനിമയായിട്ടുള്ള സൗദി വെള്ളക്കയിലെ ഗാനത്തിനാണ് ബോംബെ ജയശ്രീക്ക് എന്ത് കിട്ടിയത്? മികച്ച ഗായികക്കുള്ള അവാർഡ് കിട്ടിയത്. അതുപോലെ തന്നെ മികച്ച തിരക്കഥ എന്ന് പറഞ്ഞാൽ ആനന്ദ് ഏകർഷിയാണ്. മികച്ച ഫിലിമായിട്ടുള്ള ആട്ടത്തിന്റെ തിരക്കഥയ്ക്ക് ആനന്ദ് ഏകർഷിക്കാണ് 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്.
അതുപോലെ തന്നെ ഓരോ വർഷവും എന്ത് ചെയ്യാറുണ്ട്, ഓരോ ഭാഷയിലെ സിനിമകൾക്കും ഓരോ ഭാഷയിലും ബെസ്റ്റ് ഫിലിം അവാർഡ് കൊടുക്കണം. അതുകൊണ്ട് 70ാമത് ചലച്ചിത്ര അവാർഡിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് സൗദി വെള്ളയ്ക്കാണ്. തരുൺ മൂർത്തി, ഇമ്പോർട്ടൻ്റ് ആണ്, സൗദി വെള്ളയ്ക്കാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളയ്ക്കാണ്. ഇപ്പോൾ തരുൺ മൂർത്തിൻ്റെ റീസെൻ്റ് ആയിട്ടൊക്കെ പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ് മോഹൻലാലും ശോഭനയൊക്കെയുള്ള സിനിമ. ഏതാണ് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അതിൻ്റെയൊക്കെ സംവിധാനമായിട്ടുള്ള സൗദി വെള്ളയ്ക്ക. അതാണ് മികച്ച മലയാള സിനിമ. മികച്ച കന്നഡ ചിത്രമായിരുന്നു ഇത് KGF അല്ലേ, KGF ചാപ്റ്റർ 2 ആണ്. മികച്ച തമിഴ് സിനിമയായിട്ട് തിരഞ്ഞെടുത്ത് പൊന്നിയിൻ സെൽവൻ 1 ആണ്. പൊന്നിയിൻ സെൽവൻ 1 ആണ്. അതായത് 2022 ഇറങ്ങിയ സിനിമക്കാണ് ഈ അവാർഡ് കൊടുക്കുന്നതെന്ന് ഓർത്തിരിക്കും. ദേശീയ ചലച്ചിത്ര അവാർഡ് ആരംഭിച്ചത് 1954 ഇത് നൽകുന്നത് നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. അപ്പോൾ ദേശീയ ചലച്ചിത്ര അവാർഡിൽ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ലഭിച്ചത്, ഓരോ മേഖലയിലും ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാന്നുള്ള കാര്യം അതൊന്ന് പഠിച്ചു നോക്കുക. മികച്ച സിനിമ ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ച ആദ്യം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ആദ്യം മലയാള സിനിമ ഏതാണ്? ചെമ്മീനാണ്. 1965. പൊതുവേ ഇത് ചോദിക്കാൻ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ എന്ന് ചോദിച്ചാലും സെയിം തന്നെയാണ് ആൻസർ അല്ലേ. ഏതാണ്? ചെമ്മീനാണ്. സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? ചെമ്മീനാണ്. അതുപോലെ വെള്ളി മെഡൽ ചോദിക്കാറുണ്ട്. സെക്കൻഡ് ബെസ്റ്റ് ഫിലിം, അതായത് വെള്ളി മെഡൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ബെസ്റ്റ് ഫിലിമാണ്. വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ വെച്ചാൽ 1955 ഏതാണ്? നീലക്കുയിലാണ്. ഏതാണ്? നീലക്കുയിൽ. ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ് ആര്? രാമു കാര്യാട്ട്. ആരാണ്? രാമു കാര്യാട്ടാണ്. അതുപോലെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ വ്യക്തിയാണ് ആര്? PJ ആന്റണി. 1973 നിർമ്മാല്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയത്തിനാണ്. അവിടെ ഓർത്തിരിക്കുക, നിർമ്മാല്യം എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ ആരാണ്? അത് നമ്മുടെ MT വാസുദേവൻ നായരാണ്. MTയുടെ ആദ്യത്തെ സിനിമയാണ് ഏത്? നിർമ്മാല്യം. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. MT മരിച്ചുകൊണ്ട് ചോദിക്കാൻ നല്ല സാധനം. MTയുടെ ആദ്യ സിനിമയായിരുന്നു നിർമ്മാല്യം. 1973 തന്നെ PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. അതുപോലെ മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചായിരിക്കായിരുന്നു ശാരദ ഖാൻ. ആരാണ്? ശാരദ ഖാൻ. 1968 തുലാഭാരം എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിലാണ്. ആക്ച്വലി ശാരദ എന്ന് പറഞ്ഞാൽ മലയാളിയല്ല, തെലുങ്ക് നടിയാണ്. പക്ഷെ മലയാള സിനിമയിൽ അഭിനയത്തിനാണ് ശാരദക്ക് എന്ത് കിട്ടി? 1968 ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടി. അതുകൊണ്ട് തന്നെ എന്താണ് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യം മലയാളി നടി എന്നല്ല പറഞ്ഞാൽ മലയാള നടി, മലയാള സിനിമയിൽ അഭിനയിച്ചവരാണ് മലയാള നടി എന്ന് പറയുന്നത്. ആരാണത്? ശാരദയാണ്. 1968 തുലാഭാരം. ഈ തുലാഭാരം എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനാണ് ആര്? A. വിൻസെന്റ്. ഓർത്തിരിക്കുക, A. വിൻസെന്റ് ആണ്. PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ മികച്ച സംവിധായകനുള്ള, മികച്ച ഡയറക്ടർക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ വ്യക്തിയാണ് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ. ഈ സിനിമക്കാണ് സ്വയംവരം എന്ന് പറഞ്ഞ സിനിമക്കാണ്. 1972 അടൂറിന്റെ ആദ്യ സിനിമയും കൂടിയാണ് ഇത് സ്വയംവരം. ഏറ്റവും കൂടുതൽ തവണ ദേശീയ ചലച്ചിത്ര അവാർഡ്, മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് അതായിരിക്കാണ്? അത് നമ്മുടെ സത്യജിത്ത് റേക്കാണ്. പക്ഷെ രണ്ടാമത്തെ ആളാണ് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. സത്യജിത്ത് റേക്ക് 6 തവണ കിട്ടി. അടൂർ ഗോപാലകൃഷ്ണന് 5 തവണയാണ് മികച്ച സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടിയത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് കിട്ടിയതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിട്ടുള്ള സ്വയംവരം. 1972. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ഫാക്ട്സ്. PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന PSC ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരുപാട് കണ്ടതാണ്, പലയിടത്തായിട്ട് ഈ സിനിമയെ പറ്റിയും ഈ അവാർഡിനെ പറ്റിയും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവൽ, അല്ലെങ്കിൽ 2024 കാൻ ഫിലിം ഫെസ്റ്റിവൽ അല്ലേ. അതായത് 77ാമത് അല്ലെങ്കിൽ 2024 കാൻ ഫിലിം ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പറയുന്നത്. അതിൽ മികച്ച ചലച്ചിത്രം, അതായത് പാം ഡി ഓർ, മികച്ച ചലച്ചിത്രത്തിന് കൊടുക്കുന്ന പുരസ്കാരം നമ്മൾ പാം ഡി ഓർ എന്ന് പറയുന്നത്. എന്താണ് പാം ഡി ഓർ പുരസ്കാരം? ഏതാണ് പാം ഡി ഓർ പുരസ്കാരം നേടുമ്പോൾ മേ ബി തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആ മികച്ച ചിത്രം ഏതായിരുന്നു വെച്ചാൽ അത് അനോറയായിരുന്നു. അതായത് ഓസ്കാറൊക്കെ കിട്ടി അല്ലെ. 2097ാമത് ഓസ്കാറൊക്കെ കിട്ടിയ അനോറയായിരുന്നു മികച്ച ചലച്ചിത്രം അല്ലെങ്കിൽ പാം ഡി ഓർ പുരസ്കാരം കിട്ടിയത്. ഓക്കെ. അതുപോലെ രണ്ടാമത്തെ ചിത്രമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ നിന്നിലാണ് ഓൾ വി ഇമാജിനസ് ലൈറ്റ്. എന്താണ് ഓൾ വി ഇമാജിനസ് ലൈറ്റ് അല്ലേ. ആരാണ് ഇതിന്റെ സംവിധായകൻ? സംവിധായകയാണ്. ആരാണ് സംവിധാനം ചെയ്തത്? അതാണ് പായൽ കപാഡിയാണ്. ആരാണ്? പായൽ കപാഡിയ. ഓർത്തിരിക്കുക, ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ വി ഇമാജിനസ് ലൈറ്റ്. സംവിധാനം ചെയ്ത ഡയറക്ടറാണ് ആര്? പായൽ കപാഡിയ. അതിൽ മലയാളികളായിട്ടുള്ള കനി കുസൃതി, ദിവ്യപ്രഭയ്ക്ക് എന്ത് ചെയ്യണോ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമേൻ്റെ ഒരു പ്രത്യേകത ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രധാന മത്സരത്തിൽ ഈ ചിത്രം ലോക പ്രീമിയറിൽ പ്രദർശിപ്പിക്കുകയും അവിടെ നിന്ന് എന്ത് ചെയ്തു? പാം ഡി ഓറിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. ഇങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ്, അതിനു മുമ്പ് അങ്ങനെ നാമനിർദ്ദേശം ചെയ്തത്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡി ഓർ പുരസ്കാരത്തിന്
നാമനിർദ്ദേശം ചെയ്ത ഇന്ത്യൻ സിനിമയായിരുന്നു ഇത് സ്വം. അതായത് 1994 പുറത്തിറങ്ങിയ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് ഇത് സ്വം. ഓക്കെ, അതിനുശേഷം ഒരു 30 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഇന്ത്യൻ സിനിമ ഈ ഒരു പുരസ്കാരത്തിന് നോമിനേഷൻ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ വി ഇമാജിനസ് ലൈറ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു പുരസ്കാരമാണ് പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം. മികച്ച ഛായാഗ്രഹണം അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ കൊടുക്കുന്ന പുരസ്കാരമാണ് പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം. അത് ലഭിച്ചത് ആരാണ്? സന്തോഷ് ശിവനാണ്. ആരാണ്? സന്തോഷ് ശിവൻ. അപ്പോൾ ഈ ലാസ്റ്റത്തെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാർ ലാസ്റ്റ് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? ഈ ഉത്തരത്തിന് എന്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉത്തരം എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. 2026 ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? 2024 ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? ഓപ്ഷൻ എ അനോറ, ഓപ്ഷൻ ബി ഓൾ വി ഇമാജിനസ് ലൈറ്റ്, ഓപ്ഷൻ സി ഐ ആം സ്റ്റിൽ ഹിയർ, ഓപ്ഷൻ ഡി ദി ബ്രൂട്ടലിസ്റ്റ്. ഉത്തരം എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കണ്ടതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ട്, ഈ വീഡിയോ ഇഷ്ടമായി, അതുപോലെ തന്നെ ഇനിയും കൂടുതൽ വീഡിയോസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈവ് ക്ലാസ്സസും കാര്യങ്ങളും എക്സാമും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യണം നമ്മൾ ടെലിഗ്രാം ചാനൽ ലോഞ്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഓൾറെഡി അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം? വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.